നമസ്കാരം. ഞാൻ നന്ദനംപിള്ള. മൈ എക്സ്പീരിയൻസ് ഇൻ പോലീസിൻ്റെ 45-ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം നമ്മുടെ എക്സൈസ് മന്ത്രിയായ ശ്രീ ലിജു അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലത്തുണ്ടായ വെളിപ്പെടുത്തലാണ്. അദ്ദേഹം രാവിലെ 5 മണിക്കും മറ്റും ബാറുകൾ തുറക്കുന്നതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ തന്നെ എക്സൈസിലെ ഉദ്യോഗസ്ഥർ മദ്യം ബാറുകളിൽ നിന്ന് കൈക്കൂലിയായി വാങ്ങുന്ന വിഷയവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താൻ ആഗ്രഹിക്കുന്നത് സംസ്ഥാനത്തെ പല ബാറുകളും 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു എന്ന കാര്യമാണ്. ഞാൻ മുല്ലപ്പെരിയാറിൽ DYSP ആയിരിക്കെ താമസിച്ചിരുന്നത് വണ്ടിപ്പെരിയാറിലെ ഒരു ബാറിന് ഓപ്പോസിറ്റായിട്ടുള്ള ഒരു ലോഡ്ജിലാണ്. ഈ ബാർ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു എന്ന എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും യാതൊരുവിധ തടസ്സവും ഇല്ലാതാണ് പ്രവർത്തിക്കുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഷട്ടർ ഇടുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. ഞാൻ റിപ്പോർട്ട് എഴുതി ജില്ലാ പോലീസ് മേധാവിക്ക് കൊടുത്തു. ഒരു നടപടി ഉണ്ടായില്ല. എനിക്കൊന്ന് ബാറുകാരറിഞ്ഞെന്ന് തോന്നുന്നു ഞാനിങ്ങനെ റിപ്പോർട്ട് കൊടുത്തെന്ന്. അതിനപ്പുറത്തേക്കൊന്നും സംഭവിച്ചില്ല. അങ്ങനെയാണ് നമ്മുടെ ഈ സംവിധാനം. പോലീസിനെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതിൻ്റെ പേരൻ്റ് യൂണിറ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അവർ വന്ന് ഈ മുറയ്ക്ക് സാമ്പിളുമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഇപ്പോൾ ബാർ 11 മണി വരെയാണ് പ്രവർത്തിക്കാൻ സമയം അനുവദിച്ചിട്ടുള്ളെങ്കിൽ 11 മണിയാകുമ്പോൾ അവർ ഫ്രണ്ടിലെ ഷട്ടർ താത്തിടും. അത് കൃത്യമാണ്. പിന്നീട് കച്ചവടം കിളിവാതിൽ വഴിയൊക്കെയാണ്. ഈ കിളിവാതിൽ വഴിയുള്ള കച്ചവടം എന്ന് പറയുന്നത് അന്നേ ദിവസം രാത്രിയിൽ പരമാവധി വിൽക്കാൻ സാധ്യതയുള്ള മദ്യം സെക്യൂരിറ്റിക്കാരെ ഏൽപ്പിക്കുന്നു. ഞാൻ ഈ വണ്ടിപ്പെരിയാറിലെ ബാറിൽ കണ്ട കാര്യമായി പറഞ്ഞേക്കുന്നത്. ഞാൻ റിപ്പോർട്ട് എഴുതി കൊടുത്തതാണ്. സെക്യൂരിറ്റിക്കാർ രാവിലെ ബാറ് പ്രവർത്തന സജ്ജമാകുന്നത് വരെ ഒരു തടസ്സവുമില്ലാതെ മദ്യം വിറ്റുകൊണ്ടേയിരിക്കും. ബാറിൽ നിന്ന് വാങ്ങിക്കുന്നതിന് ഞാൻ തിരക്കിയതിൽ നിന്ന് മനസ്സിലാക്കിയത് 20 രൂപയും മറ്റും അധികം ഇവർ വാങ്ങുന്നതായിട്ടും കേട്ടാറുമുണ്ട്. കാരണം കേട്ടറിവേ പറയാൻ പറ്റും. ഞാൻ മദ്യം വാങ്ങിക്കാൻ പോയിട്ടില്ല. എന്തായാലും ഞാൻ കൊടുത്ത റിപ്പോർട്ട് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല. ഞാൻ റിപ്പോർട്ട് കൊടുത്തായിട്ട് വേണമെങ്കിൽ അവരറിഞ്ഞതായിട്ട് അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അനുസ്യൂതം ഞാൻ ആ ലോഡ്ജിൽ താമസിച്ച മുഴുവൻ കാലയളവിലും ഞാൻ അവിടെ ഉണ്ടായിരുന്ന 2014 മെയ് 31 വരെയുള്ള മുഴുവൻ സമയത്തും ഈ ബാറ് പ്രവർത്തന സജ്ജമായിരുന്നു എന്ന് മാത്രമല്ല, രാത്രിയിൽ ബാറിൻ്റെ ഫ്രണ്ടിലെ ഷട്ടർ മാത്രമേ ബാർ അടയ്ക്കാറേ ഉള്ളൂ. ബാറിൽ ഈ പറയുന്ന പിന്നീട് കച്ചവടത്തിൻ്റെ ചാർജ് സെക്യൂരിറ്റിക്കാർക്കാണ്. അവരത് കൃത്യമായി വിറ്റുകൊണ്ടേയിരിക്കും. സംസ്ഥാനത്തെ എല്ലായിടവും ഇതുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഇടുക്കി ജില്ലയിൽ മിക്ക സ്ഥലങ്ങളിലും ഇത് നൈറ്റ് പെട്രോളും ഒക്കെ പോകുമ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ഈ നമ്മുടെ മന്ത്രി അദ്ദേഹം പറഞ്ഞ ഈ വെളിപ്പെടുത്തൽ വളരെ പ്രശംസനീയമാണ്. അതിൽ നടപടി അദ്ദേഹം എടുക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഇനി നമ്മൾ കോവിഡ് മഹാമാരിയുടെ കാലത്ത് പോലും ഈ ബാറുകൾ പൂർണ്ണമായും പ്രവർത്തന സജ്ജമായിരുന്നു എന്നുകൂടി ഞാൻ അറിയുകയാണ്. കാരണം മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ജീപ്പിൽ നിന്നും മുല്ലപ്പെരിയാറിലേക്ക് വണ്ടിപ്പെരിയാറിൽ നിന്ന് പോയ പോലീസ് ജീപ്പിൽ നിന്ന് 5 കുപ്പി മദ്യം ഞാൻ കണ്ടെടുത്തിട്ടുള്ളത് കോവിഡ് കാലഘട്ടത്തിലാണ്. പോലീസ് ഉദ്യോഗസ്ഥർ വാങ്ങിക്കൊണ്ടുപോയ മദ്യമാണ്. അന്ന് കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ഉള്ള കാലഘട്ടമാണ്. കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ഉള്ള കാലഘട്ടത്തിൽ പോലും ഇടുക്കി ജില്ലയിലെ ബാറുകൾ പുറംവാതിൽ വഴി സെക്യൂരിറ്റിക്കാർ വഴിയും പൂർണ്ണ സജ്ജമായി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ 5 കുപ്പി മദ്യം കണ്ടെടുത്തതിലേക്ക് 2 പോലീസ് ഉദ്യോഗസ്ഥർ സസ്പെൻഡ് ചെയ്യുകയും മറ്റ് നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ഈ വീഡിയോയിലുള്ള പറയാനുള്ളത്, രാത്രി കാലങ്ങളിൽ ഈ ബാറുകളിൽ എന്താണ് നടക്കുന്നതെന്നും അവിടെ കുപ്പികളിങ്ങനെ സെക്യൂരിറ്റി ചുമതലയുള്ള ആളുകളെ ഏൽപ്പിക്കുന്നുണ്ടോ എന്നും ഒക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി സമഗ്രമായിട്ട് പരിശോധിക്കണം. അതിൽ പോലീസിൻ്റെ പങ്കും ചെറുതല്ല.
ഞാൻ നൈറ്റ് പെട്രോൾ പോകുന്ന തീയതികളിൽ ഞാൻ കൃത്യമായിട്ട് പറയാറുണ്ട് 11 മണിക്ക് കൃത്യമായും ബാറുകൾ അടപ്പിക്കണമെന്ന്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ബാർ ഉൾപ്പെടെയുള്ള ബാറുകൾ രാത്രിയിൽ 11 മണിക്ക് ശേഷവും ഷട്ടർ ഇട്ട ശേഷം കിളിവാതിലും വഴിയും സെക്യൂരിറ്റിക്കാർ വഴിയും പ്രവർത്തന സജ്ജമായിരുന്നു. ആയതിന് 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്ന ബാർ സംവിധാനത്തിൻ്റെ മുന്നിലായിരുന്നു ഞാൻ ഏതാണ്ട് 4.5 വർഷം താമസിച്ചിരുന്നത്. അപ്പം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അദ്ദേഹത്തിന് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത് പുതിയൊരു കാര്യമല്ല. ഇത് കേരളത്തിൽ പതിറ്റാണ്ടുകളായി നടന്നു വരുന്ന ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. മാത്രമല്ല പാർട്ടിയിലൊരു ഉയർന്ന സ്ഥാനത്തിരുന്ന അദ്ദേഹത്തിന് അത് അറിഞ്ഞിരിക്കാമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം വരുന്നത് വരെ. പക്ഷേ അദ്ദേഹത്തിന് അത് അറിയാതെ പോയി എന്നുള്ളത് എന്നെ ആശ്ചര്യപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്തായാലും നമുക്ക് ഈ ബാറുകളിലെ കിളിവാതിലുള്ള കച്ചവടവും ബാറ് പൂട്ടുമ്പോൾ സെക്യൂരിറ്റിക്കാരെ രാത്രി മുഴുവൻ അല്ലെ ബാറ് തുറക്കുന്നത് വരെ ഉള്ള മദ്യം ഏൽപ്പിക്കുന്ന നടപടികളും നമ്മുടെ പുതിയ സർക്കാരിൻ്റെ കാലത്ത് പൂർണ്ണമായും നിർത്തലാക്കപ്പെടും എന്ന പ്രത്യാശയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.